ഹലോ, 2026 ജെഇ എഴുതാൻ പോകുന്ന ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു എക്സാമിന്, അതായത് നമുക്കിനി 6 മാസം കൂടെ മാത്രമേ നമ്മുടെ 2026 ജെഇക്ക് ബാക്കിയുള്ളൂ എന്ന് അറിയാം. അപ്പോൾ എന്താണ് ഈ ഒരു 6 മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിൻ്റെ ഒരു റോഡ് മാപ്പ് വീഡിയോ ആണിത്, മുഴുവനായിട്ടും കാണുക. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, 2026 ജെഇ എഴുതാൻ പോകുന്ന കുട്ടികൾക്കെല്ലാം വേണ്ടി നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ജോയിൻ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിലെല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ ഉടൻ നമ്മുടെ വീഡിയോ ചാനലിൽ തന്നെ വരും. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിലീസ് ആക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ജെഇ 2026 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി മുഴുവൻ പഠിച്ചവരാവട്ടെ, ഹാഫ് പഠിച്ചവരാവട്ടെ, നിങ്ങൾ ഏത് ലെവലിൽ എത്തിയ ആളുകളാണെന്നുണ്ടെങ്കിലും ജനുവരിയിൽ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ ഇട്ടിരിക്കണം. കാരണം എല്ലാ വർഷവും നമുക്ക് ബെറ്റർ റാങ്ക് വാങ്ങാനും ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാനും ഏറ്റവും ചാൻസ് കൂടുതൽ ജനുവരി സെഷൻ തന്നെയാണ്. കാരണം നിങ്ങളെപ്പോലെ തന്നെ എല്ലാ കുട്ടികളും ലെസ് പ്രിപ്പയർഡ് ആണ്. ആ ലെസ് പ്രിപ്പയർഡ് ആയിട്ടുള്ള ആ ഒരു എക്സാമിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് എല്ലാ വർഷവും കാണുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ നമ്മുടെ ഒരു ടൈം ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ജൂൺ, ജൂലൈ, മുതൽ അങ്ങോട്ട് നവംബർ വരെ, ഇപ്പോൾ ജൂണിൽ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. നവംബർ വരെ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമെടുക്കാം. ഇതിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ജെഇ കോച്ചിങ്ങിലൊക്കെ ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സെപ്റ്റംബർ എൻഡിൽ തന്നെ അവരുടെയൊക്കെ സിലബസ് കവർ ചെയ്തിട്ടുണ്ടാകും. ഓഗസ്റ്റിൽ കംപ്ലീറ്റ് ആക്കുന്ന ബാച്ചുകൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി നിങ്ങൾ കുറച്ച് സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും നവംബർ ആകുമ്പോഴേക്കും നമ്മുടെ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഡിസംബറിൽ നിങ്ങൾക്ക് ഒരു ക്വിക്കായിട്ട് ടോപ്പിക്കുകളെല്ലാം റിവൈസ് ചെയ്യാനും അതുപോലെ തന്നെ വീക്ക് ഏരിയാസ് സ്ട്രോങ് ആക്കാനും എക്സാമുകൾ കൂടുതൽ എഴുതാനുള്ള സമയമാണ്. ജനുവരിയിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ മാക്സിമം നമ്പർ ഓഫ് മോക്ക് എക്സാമിനേഷൻസ് എഴുതാം. അതുപോലെ തന്നെ ജനുവരി 4th വീക്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഫസ്റ്റ് ജെഇ മെയിൻ അറ്റംപ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ സെഷൻ 1 കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി മെയിൻസിൽ തന്നെ റിസൾട്ട് പോരാന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സമയമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആര് വരും, +2 നിങ്ങളുടെ ബോർഡ് എക്സാം വരും, പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് വരും എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ ചാലഞ്ചുകളും അവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏപ്രിലാണ് നിങ്ങളുടെ ജെഇ മെയിൻ സെഷൻ 2 വരിക. മെയ് മാസത്തിലാണ് അഡ്വാൻസ്ഡ് എക്സാം വരിക. ഇതാണ് നമ്മുടെ മുന്നിലുള്ള അടുത്ത ഒരു 8-9 മാസത്തേക്കുള്ള, ഒരു 10 മാസത്തേക്കുള്ള ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ എന്തൊക്കെ ചാലഞ്ചുകൾ നിങ്ങൾ കാണുന്നുണ്ടോ അത് നിങ്ങൾക്ക് മാത്രമല്ല +2 പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് എന്ന് വെച്ചാൽ വെല്ലുവിളികളും എക്സാമിൻ്റെ ലെവൽ കൂടി എന്ന് വെച്ചിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ റാങ്ക് ലിസ്റ്റിലെ ടോപ്പേഴ്സിന് റെസ്പെക്റ്റീവ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. അതിന് 150 മാർക്കാണെങ്കിലും 200 മാർക്കാണെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല. എക്സാമിന് ഈസി ആയതുകൊണ്ടോ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കടന്നു പോകുന്നത് ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള, ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലൂടെ ആയിരിക്കും ഈ മാസങ്ങളിൽ കടന്നു പോവുക. അതിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്, എല്ലാ ആളുകൾക്കും സെയിം ഷെഡ്യൂൾ തന്നെയാണ് ഫോളോ ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. സോ പ്രാക്ടീസ് പ്ലാൻ പെർ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MCQs ടു പ്രാക്ടീസ് പെർ ചാപ്റ്റർ അറൗണ്ട് 150 മുതൽ 200 വരെ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൽ നിന്നും മിനിമം നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മിനിമം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ള സമയത്തിനനുസരിച്ച് അനുയോജ്യമായിട്ട് നിങ്ങളത് പ്ലാൻ ചെയ്യുക. അതിൽ തന്നെ ഇനി അങ്ങോട്ട് ലാസ്റ്റത്തെ ഒരു 3-4 മന്ത്സിൽ നമ്മുടെ ഫോക്കസ് മുഴുവൻ PYQസിൽ തന്നെ ആയിരിക്കണം. ഇതിൽ ഈസി ക്വസ്റ്റ്യൻസ് ഒരു 30% വേണം. അതുപോലെ മീഡിയം ക്വസ്റ്റ്യൻസ് ഒരു 50% വേണം. ടഫ് ആയിട്ടുള്ള ഒരു 20% ക്വസ്റ്റ്യൻസും നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അല്ലാതെ എന്ത് മാത്രം പോരാ, ഈസി ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പോയാൽ പോരാ. അപ്പോൾ ഹാർഡ്നെസ് ഈസ് റിലേറ്റീവ് ടു വാട്ട് ഈസ് യുവർ ടാർഗറ്റ് ടു അച്ചീവ്. അതാണ് മനസ്സിലാക്കേണ്ടത്. 250-300 സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ 200 മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരാൾ മേ ബി ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അയാൾക്ക് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത്, എപ്പോഴും നമ്മുടെ ടാർഗറ്റിനനുസരിച്ച് റിലേറ്റീവ് ആണ്. യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടു ഗെറ്റ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ ഒരു നവംബർ വരെ അല്ലെങ്കിൽ ഒക്ടോബർ വരെ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം അവസാനത്തെ ഒരു 2 to 3 മന്ത്സ് നമ്മുടെ ഫോക്കസ് മുഴുവൻ എന്തിലായിരിക്കണം, PYQസിൽ തന്നെ ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും മെറ്റീരിയലിലുള്ള ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാം. ലാസ്റ്റ് 3 മന്ത്സ് നമ്മൾ PYQസിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഇനി ബുക്കുകൾ ഏതൊക്കെ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കോച്ചിങ് മൊഡ്യൂൾസ് തന്നെയാണ്. അല്ലാതെ ഒരുപാട് എക്സ്റ്റേണൽ റിസോഴ്സിന് വേണ്ടി പോകുന്നു വേണ്ട. ഈ കോച്ചിങ് മെറ്റീരിയൽസ് വളരെ ക്യൂറേറ്റഡ് ആയിട്ട് ഈ നല്ല നല്ല ബുക്കുകളിലെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ബുക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം ഫിസിക്സിന് HC വർമ്മ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ DC പാണ്ഡെയുടെ സീരീസ് ഡിപ്പെൻഡ് ചെയ്യാം, PYQs നോക്കാം. അതുപോലെ കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ NCERT തന്നെ നിർബന്ധമായിട്ട് നമ്മൾ വായിക്കണം.
കാണണം. MS ചൗഹാൻ്റെ ഓർഗാനിക്കിൻ്റെ ബുക്ക് ഉണ്ട്, അതുപോലെ N അശ്വതി ഫോർ ഫിസിക്കൽ, NCERT ആണ് തന്നെ, ഇനാർഗാനിക്കൽ NCERT തന്നെ മതി. മാത്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സെൻഗേജിൻ്റെ അരിഹന്തിൻ്റെ ഒക്കെ സീരീസുകളുണ്ട്, അതൊക്കെ വലിയ വലിയ ബുക്കുകളാണ്, 6 മാസം കൊണ്ട് അതൊന്നും തൊടാൻ പോലും കഴിയില്ല. സോ കോച്ചിങ് മെറ്റീരിയൽസ് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ PYQസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ദാൻ ഇനഫ് ആണ്. ആ സിമ്പിൾ സത്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ബെസ്റ്റ് ബുക്കും മറ്റും തേടി പോയിട്ട് എന്ത് ചെയ്യരുത്, വെറുതെ സമയം കളയരുത്. ഫോക്കസ് 80% ഓഫ് യുവർ സ്ട്രാറ്റജി ഓൺ JEE മെയിൻ ടിൽ ജനുവരി വരെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫോക്കസ് JEE മെയിൻ തന്നെ ആയിരിക്കണം. ഓക്കെ, JEE മെയിനിൽ നല്ല സ്കോർ വാങ്ങുക, നല്ല റാങ്ക് വാങ്ങുക എന്നുള്ളത്, അത് ജനുവരിയിൽ തന്നെ വാങ്ങണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ലക്ഷ്യം. ആദ്യം മെയിൻസ് ക്ലിയർ ചെയ്യുന്നു, NITയിൽ സീറ്റ് ഉറപ്പിക്കുന്നു, അതിനുശേഷം അഡ്വാൻസിനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയമേ ഇനി ബാക്കിയുള്ളൂ. +2 ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിസൾട്ട് ഓഫ് JEE മെയിൻ ഫസ്റ്റ് സെഷൻ ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ഓൺ JEE അഡ്വാൻസ് എക്സാം പ്രിപ്പറേഷൻ ആഫ്റ്റർവേർഡ്സ്. NITയിൽ സീറ്റ് ഉറപ്പിച്ച ഒരാൾക്ക് അടുത്ത JEE മെയിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട, അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ഇനി സ്കൂൾ എക്സാം ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ JEE മെയിൻ ഫസ്റ്റ് അറ്റംപ്റ്റ് യു ക്യാൻ ഷിഫ്റ്റ് ടു അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷൻ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ഇനി 99% എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു ഡ്രീം സ്കോർ എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ റാങ്ക് 15,000, അപ്രോക്സിമേറ്റ്ലി 15,000 ഓൾ ഇന്ത്യ റാങ്കിലേക്ക് എത്താൻ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഏകദേശം 170 മുതൽ ഒരു 200 ഇടയിലുള്ള മാർക്കാണ് വേണ്ടത്. 300 ഓരോ ഷിഫ്റ്റിനനുസരിച്ച് വേരി ചെയ്യുന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ടാർഗറ്റ് പെർ സബ്ജക്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് എത്താൻ നമുക്ക് ഫിസിക്സിൽ ഒരു 70 മുതൽ 75 ഉള്ളിലായിട്ട് ഏകദേശം ഈ റേഞ്ചിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണം. കെമിസ്ട്രിയിൽ ഒരു 70 അല്ലെങ്കിൽ ഒരു 75+ മാർക്ക് സ്കോർ ചെയ്യണം. മാത്സിൽ ഇനിയിപ്പം ഒരു 40 to 50 ആണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്. അൺലെസ് നിങ്ങൾ മാത്തമാറ്റിക്സിൽ എക്സ്ട്രീംലി എക്സ്ട്രാ ഓർഡിനറി ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ മാത്സിൽ 70 above ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ, അതും ലിമിറ്റഡ് ടൈമിൽ. ഒരുപാട് ലെങ്തി ക്വസ്റ്റ്യൻസ് വരും, ന്യൂമറിക്കലിലൊക്കെ ഇഷ്ടംപോലെ ലെങ്തി ക്വസ്റ്റ്യൻസ് വന്നിട്ട് നമ്മളെ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് മാത്സ് അവസാനമേ ചെയ്യാൻ പാടുള്ളൂ. നല്ലോണം ടൈം മാനേജ് ചെയ്ത് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ സ്കോർ ചെയ്തിട്ട് മാത്സിലേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് എപ്പോഴും അഡ്വൈസ് ചെയ്യാറുള്ളത്. ഫോക്കസ് ഓൺ പ്രാക്ടീസിങ് മോർ ക്വസ്റ്റ്യൻസ് വിത്ത് ഗുഡ് പ്രിപ്പറേഷൻ. ഫിസിക്സ് ക്യാൻ ബി എ സ്കോറിംഗ് സബ്ജക്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് തിയറി തറോലി ആൻഡ് പ്രാക്ടീസ് PYQs നോട്ട് എ ഡിഫിക്കൽട്ട് സബ്ജക്ട് ബട്ട് ആക്യുറസി ഈസ് ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ വർഷത്തെ JEEയുടെ എല്ലാ പേപ്പറുകളും അനലൈസ് ചെയ്യുമ്പോൾ കെമിസ്ട്രിയിലെ ചില പേപ്പറുകളൊക്കെ ആക്ച്വലി വളരെ നല്ലതായിരുന്നു. ഫിസിക്സിനേക്കാൾ സ്കോറിംഗ് ബുദ്ധിമുട്ടായിട്ടുള്ള പേപ്പറുകൾ കെമിസ്ട്രിയിൽ കഴിഞ്ഞ JEEയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ന്യൂമറിക്കൽസ്, ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ വരുന്ന ന്യൂമറിക്കൽസ് ലെങ്തി ആക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം. മാത്സിലേക്ക് വരുന്ന സമയത്ത് എല്ലാ സമയത്ത് പോലെ തന്നെ റിലേറ്റീവ്ലി ടഫറാണ്. ഈ 2 സബ്ജക്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ടഫറാണ്. ടു ഗെറ്റ് ഗുഡ് മാർക്ക് ഫോക്കസ് ഓൺ പാറ്റേൺസ് ഇൻ ദ മെയിൻ ക്വസ്റ്റ്യൻസ് ആൻഡ് സോൾവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മാത്സ് സ്കിപ്പ് ചെയ്യാനൊന്നും കഴിയില്ല. നിങ്ങൾ നല്ല കോളേജിൽ നല്ല റാങ്കോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്സിലെ സബ്ജക്റ്റുകളോ ചാപ്റ്റേഴ്സോ ഒന്നും സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. സോ ഈ 40 to 50 എത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മാത്സ് മുഴുവൻ പഠിച്ചതിന് ശേഷം അതിലെ ഈസിലി സ്കോറിംഗ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, നല്ലോണം ക്വസ്റ്റ്യൻസ് വരുന്ന, ഇപ്പോൾ വെക്ടേഴ്സ് ഇൻ 3D പോലുള്ള ചാപ്റ്റേഴ്സ്, അതിലൊന്നും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. വീക്ക്ലി ടെസ്റ്റ്, അതായത് ഈ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഒരു പ്രോപ്പറായിട്ട് +1 മുതലേ ഇൻറ്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്യാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, സിംഗിൾ സബ്ജക്റ്റിൻ്റെ എക്സാമുകൾ എഴുതി തുടങ്ങാം. സെപ്റ്റംബർ വരെ ഓരോ ആഴ്ചയിലും ഓരോ സബ്ജക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നിങ്ങൾ ഏത് ചാപ്റ്ററാണോ പഠിച്ചത് അതിനെ ബേസ് ചെയ്തിട്ട് എക്സാമുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞ് ഒക്ടോബർ മുതൽ നവംബർ വരെ നിങ്ങൾക്ക് മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമുകൾ എഴുതുക. അതായത് 2-3 സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ 3 സബ്ജക്റ്റിൽ നിന്നും 1-2-3 ചാപ്റ്റേഴ്സ് വീതം എടുത്തിട്ട് എന്ത് ചെയ്യുക, എക്സാമുകൾ എഴുതുക. അപ്പോൾ ഈ ഒരു ഒക്ടോബർ മുതലൊക്കെ അങ്ങോട്ട് എഴുതുന്നത് മുഴുവൻ 3 hour എക്സാം മാത്രമേ എഴുതാൻ പാടുള്ളൂ. കാരണം നമ്മുടെ എന്ത് ഇമ്പ്രൂവ് ചെയ്യണം, സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഡിസംബർ അങ്ങോട്ട് എന്താണ്, ഫുൾ സിലബസിൻ്റെ എക്സാമുകളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? ഫുൾ സിലബസിൻ്റെ എക്സാമുകളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഒക്ടോബർ മുതൽ നിർബന്ധമായും നിങ്ങൾ 3 hour എക്സാമുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എഴുതാൻ പാടുള്ളൂ. ഇമ്പോർട്ടൻസ് ടു ബോറിംഗ് ബട്ട് ക്രൂഷ്യൽ സ്റ്റഫ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, റിവിഷൻ. ഡു വീക്ക്ലി റിവ്യൂസ്, സൺഡേ ഈക്വൽ ടു റീക്യാപ് ഡേ. ഇതിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ, റിവിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിനി വേറെ സമയമൊന്നും കിട്ടാനില്ല. അപ്പോൾ എല്ലാ ദിവസവും മുന്നേ പഠിച്ച ചാപ്റ്റേഴ്സിലെ ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് ബാക്കി വെക്കുക. അതാണ് റിവിഷൻ. അണ്ടർസ്റ്റുഡ്? അങ്ങനെ 1 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ 3 ചാപ്റ്റർ നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ നോട്ട് മറിച്ച് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ ക്ലാസ്സുകൾ, അത്യാവശ്യമുണ്ടെങ്കിൽ ക്ലാസ്സുകൾ വീണ്ടും കാണാം, ആവശ്യമുണ്ടെങ്കിൽ നോട്ടുകൾ, ബുക്കുകൾ മറിച്ച് നോക്കാം. അല്ലാത്ത മാക്സിമം സമയം ക്വസ്റ്റ്യൻ സോൾവിങ്ങിന് വേണ്ടി തന്നെ കൊടുക്കുക. അത് തന്നെയാണ് റിവിഷൻ മെത്തേഡ്. ഫോർമുല ഫോർമുലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം. മെയിൻറ്റെയിൻ ഫോർമുല പ്ലസ് കോൺസെപ്റ്റ് ബുക്കുകൾ, നോട്ട് ബുക്ക് പെർ സബ്ജക്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവാം. എറർ ലോഗുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ എക്സാമ്പിളും നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. സ്ലീപ്പ് ആൻഡ് ഫിറ്റ്നസ്,
6 മുതൽ 8 മണിക്കൂറിൻ്റെ ഇടയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഓരോ ദിവസവും ഉറങ്ങിയിരിക്കണം. അതിന് എത്ര വലിയ എക്സാം നെക്സ്റ്റ് ഡേ ഉണ്ടെന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു 7 hours എങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. 15 to 20 minutes ഡെയിലി വാക്ക് ഓർ മെഡിറ്റേഷൻ, ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ എല്ലാ ദിവസവും നിങ്ങളുടെ റൂട്ടീനിലേക്ക് കൊണ്ടുവരണം. മുഴുവൻ സമയം ടേബിളിൻ്റെ മുന്നിൽ ഇരിക്കരുത്. അതിൽ ബ്രേക്കുകൾ വേണം, ഇതുപോലെ ലൈറ്റ് എക്സസൈസുകൾ വേണം, പ്രോപ്പർ സ്ലീപ്പ് വേണം, നല്ല ഡയറ്റും വേണം. അപ്പോൾ നമ്മുടെ ബോഡി ഓൾസോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പെർഫോമൻസിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ക്ലാസ് ലെവലിലെ ബാക്ക്ലോഗുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ക്ലാസ് ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം, നമുക്ക് മുഴുവൻ ചാപ്റ്ററും ക്ലാസ് ലെവലിൽ വളരെ സ്ട്രോങ് ആയിട്ട് 6 മാസം കൊണ്ട് ഉണ്ടാക്കാനൊന്നും കഴിയില്ല. ചിലപ്പോൾ ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ബേസിക് ലെവലിൽ കാര്യങ്ങൾ കവർ ചെയ്തിട്ട് അധികം ഡെപ്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് സമയം കിട്ടിക്കൊള്ളുന്നില്ല. സോ ജൂൺ ടു ഓഗസ്റ്റ് ഫോക്കസ് ഓൺ ക്ലാസ് 12 ചാപ്റ്റേഴ്സ് ഫസ്റ്റ്. ആ സിലബസ് തീർക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യാം. സെപ്റ്റംബർ ഓൺവേർഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും വൈകിട്ട് ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ നിങ്ങളുടെ ഒരു അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് 11 റിവൈസ് ചെയ്യാൻ തുടങ്ങാം. വെയിറ്റേജ് അനുസരിച്ച് എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, PYQs ചെയ്യുക. അതാണ് എല്ലാ ദിവസവും +1 വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. ഇത് മാത്രമാണ് ബാക്ക്ലോഗുകൾ തീർക്കാനുള്ള ഒരേ ഒരു വഴി. വേറെ അതിന് വേണ്ടി ഇനി 2 മാസം ഒന്നും കിട്ടാൻ പോകുന്നില്ല. യൂസ് ക്വിക്ക് നോട്ട്സ് ഫോർ ഓർ 1 ഷോട്ട് വീഡിയോ റിവിഷൻ. അത് താല്പര്യമുള്ള ആളുകൾക്ക് ചെയ്യാം. യൂട്യൂബിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. 1 ഷോട്ട് വീഡിയോസ് യൂസ് ചെയ്തിട്ട് +1 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്തെടുക്കാം. ഇതിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ റിവൈസ് ചെയ്യുന്ന ആളുകൾ ഈ 1 ഷോട്ട് എന്ന് പറയുമ്പോൾ 2 മണിക്കൂറല്ല, നിങ്ങളൊരു 5 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഒക്കെ 1 ഷോട്ട് ഒരു ജൂലൈയിൽ ഓഗസ്റ്റിലൊക്കെ കാണാം. അവസാനത്തേക്കൊന്നും പിന്നെ നമ്മൾ 1 ഷോട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. റിവൈസ് മെക്കാനിക്സ്, അതുപോലെ ഓൾജിബ്ര ആൻഡ് ഫിസിക്കൽ ഓർ ഇനോർഗാനിക് കെമിസ്ട്രി ക്വിക്ലി. പെട്ടെന്ന് നിങ്ങൾ തീർക്കേണ്ടത് ഫിസിക്സിലെ മെക്കാനിക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് റിവൈസ് ചെയ്ത് തീർക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർട്ടിങ് ഫ്രം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ മുതൽ അങ്ങ് ഗ്രാവിറ്റേഷൻ വരെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തീർക്കാൻ വേണം. കാരണം അത് സെക്കൻഡ് ഇയറിലെ എല്ലാ ചാപ്റ്ററിലും കണക്റ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അതുപോലെ തന്നെ ഓൾജിബ്ര നിർബന്ധമാണ്, എല്ലാ ചാപ്റ്റേഴ്സിലും ആവശ്യമുള്ളതാണ് ഓൾജിബ്ര. ഫിസിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി നമ്മൾ അതുപോലെ തന്നെ തീർക്കണം. ഇനി നമ്മൾ ചാപ്റ്റേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു രൂപത്തിലാണ് ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പേഴ്സ് ഉണ്ടായിരിക്കുക. 25 ക്വസ്റ്റ്യൻസിൽ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസും എറർ അനാലിസിസും എല്ലാം കൂടി ഒരു 1 to 2 ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. വർക്ക് എനർജി പവറിന് മാക്സിമം ഒരു ചോദ്യം ഉണ്ടാകും. റൊട്ടേഷൻ ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രാവിറ്റേഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. തെർമോഡൈനാമിക്സ് പ്ലസ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ മുഴുവൻ എടുത്താൽ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് 2 എന്തായാലും ഉണ്ടാകും. റേ ഓപ്റ്റിക്സിൽ നിന്ന് 2 ഉണ്ടാകും. വേവ് ഓപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗ്യാരണ്ടീഡൊന്നുമല്ല. ചില ഷിഫ്റ്റുകളിൽ റേ ഓപ്റ്റിക്സിൽ എണ്ണം കൂടും, നേരെ മറിച്ച് എന്ത് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക്കിലെ നമ്പർ ചിലപ്പോൾ കുറയും. ചിലപ്പം തെർമോഡൈനാമിക്സിലെ നമ്പർ കൂടിയിട്ട് എന്ത് ചെയ്യും, വേറെ എവിടെയെങ്കിലും നമ്പർ കുറയും. ചിലപ്പോൾ മോഡേൺ ഫിസിക്സിലെ നമ്പർ കൂടാറുണ്ട്, പകരം എന്ത് ചെയ്യും, ചിലപ്പോൾ ലോസ് ഓഫ് മോഷനിലെ നമ്പർ കുറയും. ഇങ്ങനെ വളരെ വേരിയിങ് ആയിട്ടാണ് എന്ത് വരാറുള്ളത്, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു 10 എണ്ണം പഠിച്ചതുകൊണ്ട് മാത്രം ഒരിക്കലും നമ്മൾ സേഫ് ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷം കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. റേ ഓപ്റ്റിക്സിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ വന്ന ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. റൊട്ടേഷനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ വന്ന എക്സാമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു 15 ചാപ്റ്റർ പഠിച്ചു പോയിട്ട് അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഒരിക്കലും നമുക്ക് ജയിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇനി കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാലും അതെ, മോൾ കോൺസെപ്റ്റിൽ നിന്ന് ആവറേജ് ഒരു 2 ചോദ്യം പ്രതീക്ഷിക്കാം. ജനറൽ GOC 2 എണ്ണം, ഹാലോ അൽക്കെയിൻസ് 1, കോർഡിനേഷൻ കോമ്പൗണ്ട്, തെർമോഡൈനാമിക്സ് തുടങ്ങിയ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും 1 or 2 ക്വസ്റ്റ്യൻസ് വീതം പ്രതീക്ഷിക്കാം. ഇതിലും അപ്പ് ആൻഡ് ഡൗൺ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. മാത്സിലേക്ക് വരുന്ന സമയത്ത് സെറ്റ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് 2 എണ്ണം ഉണ്ടാവാം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ട്. അതുപോലെ വെക്ടേഴ്സ് ആൻഡ് 3D ജോമെട്രിയിൽ നിന്നൊരു 3 ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിലും കാണാറുണ്ട്. വെക്ടേഴ്സ് ആൻഡ് 3D എന്തായാലും പഠിക്കണം. 3 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അത് സ്കോർ ചെയ്യാനും പറ്റാറുണ്ട്. 12 മാർക്ക് നമുക്ക് അതിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ 16 മാർക്ക് വരെ ചിലപ്പോൾ കിട്ടിയേക്കാം. ഇനി ഇതിൽ ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കോണിക് സെക്ഷൻസ് ആണ്. 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് എന്ന് മാത്രമല്ല നല്ലോണം ടൈം കൺസ്യൂമിംഗ് ആണ്. ഇനി യൂഷ്വലി കുട്ടികൾ ടഫർ ആണെന്ന് പറയുന്ന ഏരിയാസ് നമ്മുടെ കാൽക്കുലസ്, അവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഏരിയ അണ്ടർ കർവ് 1 വന്നേക്കാം. പ്രോബബിലിറ്റിയിൽ നിന്ന് 1 or 2 വരാറുണ്ട്. മെട്രീസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്തായാലും പഠിക്കണം, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തുടങ്ങി ഇതാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഏകദേശം ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും ഫിക്സഡ് അല്ല, ഓരോ എക്സാമിലും ഇത് വേരി ചെയ്യും, കൂടും കുറയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഫൈനലി പറയാനുള്ളത്, ഇറ്റ് ഈസ് നോട്ട് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഹൂ സക്സീഡ്, ഇറ്റ്സ് ദ മോസ്റ്റ് കൺസിസ്റ്റൻറ്റ്. പലപ്പോഴും നമ്മൾ കാണാറുള്ള കാര്യമാണ്. നമ്മൾ തെറ്റിദ്ധരിക്കും ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് JEE പോലുള്ള എക്സാംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അത് വളരെ തെറ്റിദ്ധാരണയാണ്. കാരണം 2 വർഷം കൊണ്ട് 10,000 ക്വസ്റ്റ്യൻസ് ചെയ്ത ഒരാൾക്ക് JEE ക്ലിയർ ചെയ്യാൻ പറ്റും. JEE മെയിൻ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഒരു 6 മാസം നിങ്ങൾ ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാതെ, അതിൽ ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്യേണ്ടി വരും. ഇത് ഈസി ആണെന്നോ അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട്
അങ്ങോട്ട് പോകാതിരിക്കുക. ഇത് അത്യാവശ്യം നല്ലോണം ഹെക്റ്റിക് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട, കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് സ്ട്രെസ്സൊക്കെ വരും, എക്സാമിൻ്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ മാനേജ് ചെയ്ത് പോകേണ്ട ഒരു പരിപാടിയാണ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ അതിന് നന്നായിട്ട് മൈൻഡൊക്കെ സെറ്റ് ആക്കിയിട്ട് വരിക. ഫസ്റ്റ് പ്രയോറിറ്റി ഇനി 6 മാസം നിങ്ങളുടേത് ജെഇ ആയിരിക്കണം. സ്കൂളിൽ വേറെ എന്ത് നടന്നാലും, ചുറ്റുഭാഗത്ത് എന്ത് നടന്നാലും, ഫ്രണ്ട്സ് എന്ത് ചെയ്താലും, വീട്ടിൽ കല്യാണം നടന്നാലും ഒന്നും എന്തല്ല, നിങ്ങൾ തളരാനോ സ്റ്റോപ്പ് ചെയ്യാനോ പാടില്ല. ജെഇക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇതാണ് എല്ലാ വർഷത്തെ കുട്ടികളോട് പറയാനുള്ള അഡ്വൈസ്. അതിൽ ഇനി എന്ന് തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് തുടങ്ങണം. ഓക്കെ, ഇന്ന് തുടങ്ങിയാൽ കിട്ടുമോ എന്നാണ് ഇനി എപ്പോഴും കുട്ടികൾ ചോദിക്കുക. ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ കിട്ടുമോ അറിയില്ല. പക്ഷേ ഇന്നെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സക്സസിൻ്റെ ചാൻസ് കുറഞ്ഞു വരിക ചെയ്യാം. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ആൻഡ് നമ്മുടെ 2026 ജെഇയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഭാവിയിൽ ഇനി ക്ലാസ്സുകളും അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ്, കഴിഞ്ഞ വർഷം ചെയ്ത ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് പോയി കണ്ടു നോക്കാം. ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കുക എന്താണ് എക്സാം എന്നുള്ളത്. ഇത് സ്കൂളിൽ A+ വാങ്ങുന്ന പോലെയല്ല, 15 ലക്ഷം കുട്ടികൾ എഴുതുന്ന ഇന്ത്യയിലെ കോമ്പറ്റേറ്റീവ് എക്സാമാണ്. വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിനേഷൻസിൽ ഉൾപ്പെടുത്താൻ പറ്റും ജെഇ മെയിൻ എന്ന് പറയുന്നത്. സോ ആ രൂപത്തിൽ തന്നെ ആ എക്സാമിനെയും അതിൻ്റെ സിലബസിനെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങാം. നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.